ഇസ്ലാം മതം നേരിടുന്ന വെല്ലുവിളികളും ഇസ്ലാം മനുഷ്യകുലത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളും വിശദീകരിക്കുന്നു ശേഖർ ഗുപ്ത. ശേഖർ ഗുപ്ത മുതിർന്ന മാധ്യമപ്രവർത്തകൻ, പത്മഭൂഷൺ ജേതാവാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. NDTVയിൽ വാക്ക് ദി ടോക്ക് എന്ന വളരെ പ്രശസ്തമായ അഭിമുഖങ്ങൾ തയ്യാറാക്കിയിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ദ പ്രിന്റിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമാണ് അദ്ദേഹം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് പോലെയുള്ള വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട വാർത്തകളിലൂടെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ദ പ്രിന്റിൽ അദ്ദേഹം ആഗോള ഇസ്ലാം നേരിടുന്ന 5 പ്രതിസന്ധികളെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നായി പരിശോധിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാം മതം രാജ്യാന്തര തലത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ സാധ്യതകളും മറ്റ് മതങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ സ്വതന്ത്രമായ ജീവിതത്തിന് മേൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിയന്ത്രണങ്ങളും ഏറെക്കുറെ വ്യക്തമാകും. ശേഖർ ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്ന ഓരോ പോയിന്റുകളായി പരിശോധിക്കാം. ഒന്നാമത്തേത്, എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. കുറച്ചു കാലം പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ കുരിശ് യുദ്ധങ്ങളുടെ നൂറ്റാണ്ടുകളിലേക്ക് പോകാം. എന്നാൽ അത് പഴയ കാലമായിരുന്നു എന്ന് ഓർക്കണം. 200 കോടി വിശ്വാസികളുമായി ലോകത്തിലെ 2ാമത്തെ വലിയ മതമാണ് ഇസ്ലാം. ക്രിസ്ത്യാനികളെക്കാൾ 20% മാത്രം പിന്നിലാണ് മുസ്ലിങ്ങൾ. ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. ലോകത്തിലെ 60% മുസ്ലിങ്ങളും വസിക്കുന്നത് ഏഷ്യയിലാണ്. അതിൽ തന്നെ ഭൂരിഭാഗവുമുള്ളത് വ്യത്യസ്ത തലത്തിൽ ജനാധിപത്യം പുലരുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മതേതരത്വം എന്നത് പൊതുവെ മോശം പദമായോ പാശ്ചാത്യ സങ്കല്പമായോ ആണ് കരുതപ്പെടുന്നത്. അതേസമയം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ സ്ഥിരമായി ആ രാജ്യങ്ങൾക്ക് മതേതരത്വത്തോടുള്ള പ്രതിബദ്ധത പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, US, ബെൽജിയം, ജർമ്മനി എന്നിവയെല്ലാം മികച്ച ഉദാഹരണങ്ങളാണ് എന്ന് ശേഖർ ഗുപ്ത പറയുന്നു. താൻ ഇവിടെ ഇന്ത്യയെ ഉൾപ്പെടുത്താത്തതിന് ഒരു കാരണമുണ്ട്. യൂറോപ്പിലേക്ക് അടുത്ത കാലത്തേക്ക് കുടിയേറിയവരിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ റിപ്പബ്ലിക് രൂപീകരിക്കുന്നതിൽ സ്വമേധയാ തുല്യ പങ്കാളിത്തം വഹിച്ചിരുന്നു. ശേഖർ ഗുപ്തയുടെ 2ാമത്തെ പോയിന്റ്, മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ദേശീയതയും സാർവദേശീയതയും തമ്മിൽ പരിഹരിക്കപ്പെടാത്ത പിരിമുറുക്കമാണ് നിലനിൽക്കുന്നത്. ഇത് ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും രാജ്യാതിർത്തികൾക്ക് അതീതമായ അസ്തിത്വത്തിന്റെ പ്രതിനിധികളാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ യുദ്ധങ്ങൾ നടക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലാണ്. ഇറാൻ-ഇറാഖ് യുദ്ധമാണ് അതിൽ ഏറ്റവും ദൈർഘ്യമേറിയത്. സദ്ദാമിനെതിരെ US കീഴിൽ അണിനിരന്ന അനേകം ഇസ്ലാമിക രാജ്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് അഫ്ഗാൻ, പാക് മേഖലയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. 1967 ഇസ്രായേലിനെതിരെ ഉണ്ടായ യുദ്ധമാണ് ഒരു അമുസ്ലിം ശത്രുവിനെതിരായി രൂപപ്പെട്ട യഥാർത്ഥ പാൻ ഇസ്ലാമിക സഖ്യത്തിന്റെ അവസാനത്തെ പോരാട്ടം. 971 ജോർദാൻ കുറച്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് കൈമാറിയത് ഒഴിച്ചാൽ ഇന്ത്യക്കെതിരായ ഒരു യുദ്ധത്തിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രവും മുന്നോട്ട് വന്നിട്ടുമില്ല. ശേഖർ ഗുപ്തയുടെ 3ാമത്തെ പോയിന്റ് ഇതാണ്, അൽ ഖായിദയും IS-ഉം യഥാർത്ഥത്തിൽ പാൻ ഇസ്ലാമിക് സംഘടനകളാണ്. അവ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് വ്യവസ്ഥാപിത ഇസ്ലാമിക രാഷ്ട്രങ്ങളെയാണ്. അതിർത്തികൾക്ക് അതീതമായ പൊതുവായ ശരീഅത്ത് നടപ്പിലാക്കുന്ന ഖലീഫ ഉണ്ടായിരിക്കണമെന്നാണ് IS പറയുന്നത്. ലോകത്തെ 1/3 മുസ്ലിങ്ങളുടെ വാസസ്ഥലമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ അൽ ഖ്വയ്ദയിലോ IS-ലോ എത്തിപ്പെടുന്നുള്ളൂ എന്നത് നമ്മെ ചിന്തിപ്പിക്കുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ദേശീയത പാൻ ഇസ്ലാമിസത്തിന് എതിരായ തുറുപ്പുചീട്ടാണ്. ഈ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ ഒരു പതാകയും ഒരു ക്രിക്കറ്റ് ടീമും ഉണ്ട്. സ്നേഹിക്കാനോ വെറുക്കാനോ ഒരു നേതാവുണ്ട്. അവർ അദ്ദേഹത്തെ വെറുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രതിഷേധിക്കാനോ കഴിയും. പിന്നെ എന്തിന് അവർ ഒരു മിത്തിക്കൽ ഖലീഫയെ തേടി പോകണം? 4ാമത്തെ പോയിന്റ് ഇതാണ്, ഇത് ഒരു മുടന്തൻ വൈരുദ്ധ്യമാണ് എന്നാണ് ശേഖർ ഗുപ്ത അവതരിപ്പിക്കുന്നത്. ഏഷ്യയിലും ആഫ്രിക്കയിലുമായി മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദരിദ്രമായ സമ്പദ് വ്യവസ്ഥകളുടെ ഭാഗമായി ജീവിക്കുമ്പോൾ താരതമ്യേന ജനസംഖ്യയിൽ കുറവായ ഗൾഫ് അറബികൾ
ലോകത്തെ അതിസമ്പന്ന രാജ്യങ്ങളിൽ കഴിയുന്നു. പാൻ ഇസ്ലാമിസത്തിന്റെ താല്പര്യത്തിൽ അവർ തങ്ങളുടെ സ്വത്ത് മറ്റുള്ളവർക്ക് വേണ്ടി തുല്യമായി വീതിക്കുന്നില്ലല്ലോ, ശേഖർ ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നു. ഇനി 5ാമത്തെ പോയിന്റ്, അവസാനമായുള്ളത് ജനാധിപത്യത്തിന്റെ അഭാവമാണ് എന്ന് ശേഖർ ഗുപ്ത പറയുന്നു. മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലും കഴിയില്ല. ഭരണകൂടത്തിനെതിരായി അമർഷം പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പാരമ്പര്യത്തെ അമേരിക്കൻ ചെകുത്താന് വിറ്റതിൽ മടുപ്പ് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുദ്രാവാക്യം വിളിക്കാനോ പ്ലക്കാർഡ് വീശാനോ ബ്ലോഗ് എഴുതാനോ പത്രാധിപർക്ക് കത്തെഴുതാനോ എന്തിന് ട്വീറ്റ് ചെയ്യാൻ പോലും കഴിയില്ല. അത് നിങ്ങളെ എന്നേക്കുമായി ജയിലിൽ അടയ്ക്കുന്നതിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശിരസ് ഛേദിക്കപ്പെടാം. അതിനാൽ അത് ചെയ്യാൻ കഴിയുന്നിടത്തേക്ക് നിങ്ങൾ പോകും, അത് അവിടെ ചെയ്യും. നിങ്ങളുടെ രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അതിനാൽ നിങ്ങൾ അത് യൂറോപ്പിലും അമേരിക്കയിലും ചെയ്യുന്നു. ക്രൂരമായി നിയന്ത്രിക്കപ്പെടുന്ന നിങ്ങളുടെ ദേശത്തിന്റെ സുരക്ഷയ്ക്ക് കീഴിൽ നിങ്ങൾക്ക് കോപത്താൽ ഒരു വാക്ക് അടക്കം പറയാൻ പോലും കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന, പൈലറ്റാകാൻ പരിശീലനം ലഭിക്കുന്ന മറ്റൊരിടത്തേക്ക് പോകും. എന്നിട്ട് വിമാനങ്ങൾ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചു കയറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ യജമാനന്മാരുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് യജമാനന്റെ യജമാനന്മാരെ ശിക്ഷിച്ചുകൂടാ? ഇത് പ്രതികാരത്തിന്റെ ആഗോളവൽക്കരണമല്ലേ? ശേഖർ ഗുപ്ത ലേഖനത്തിൽ ചോദിക്കുന്നു. അടുത്തിടെ ഫ്രാൻസിൽ സാമുവൽ പാറ്റി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചും ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ചെച്ചിനിയക്കാരനാണ് ക്രൂരമായ കൊലപാതകം നിർവഹിച്ച അബ്ദുല്ലഖ് അൻസോറോവ്, 18കാരൻ. ചെച്ചിനിയൻ ജനതയിൽ 95% ഇസ്ലാം മതവിശ്വാസികളാണ്. ചെറിയ റഷ്യൻ രാജ്യമായ ചെച്ചിനിയയിൽ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ കലാപം റഷ്യ അടിച്ചമർത്തി. എന്നാൽ അപ്പോഴേക്കും രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയിലേറെ പേരും അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിക്കഴിയേണ്ട സാഹചര്യം ഉടലെടുത്തിരുന്നു. അവരിൽ പലരും മെച്ചപ്പെട്ട ജീവിതത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി. അതിലൊരാളാണ് കൊലയാളി. റഷ്യക്കാർക്കെതിരെ ചെച്നിയ നടത്തിയ ജിഹാദിൽ അഫ്ഗാനിസ്ഥാനിലെ സൈനികർ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി മുസ്ലിം പോരാളികൾ പങ്കെടുത്തു. കാരണം അവർ ഇതുവരെ പഠിച്ചതെല്ലാം റഷ്യക്കെതിരെ ജിഹാദ് നടത്താൻ മാത്രമായിരുന്നു. പാൻ ഇസ്ലാമിസം ചെച്ചന്മാരുടെ ഭരണത്തിനും നാശത്തിനും കൂട്ട അനാഥത്വത്തിനുമാണ് കാരണമായത്. 10,000 തങ്ങളുടെ സുരക്ഷയ്ക്കും മെച്ചപ്പെട്ട ജീവിതത്തിനും സമാധാനത്തിനുമായി ജനാധിപത്യം പിന്തുടരുന്ന ലിബറൽ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോൾ അവർ അവിടെയും സ്വന്തം സാമൂഹികവും മതപരവുമായ മൂല്യങ്ങൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ കാർട്ടൂണിസ്റ്റുകൾക്ക് എന്തു വരയ്ക്കാമെന്നും അധ്യാപകർക്ക് എന്ത് പഠിപ്പിക്കാമെന്നും തീരുമാനിക്കാം. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.